നോർത്ത് ഈസ്റ്റിൽ നിന്ന് എല്ലാവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില ദിവസങ്ങളിലായി ഈ നോർത്ത് ഈസ്റ്റിൻ്റെ പല പ്രാന്തപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുവാൻ കർത്താവ് അവസരങ്ങളെ നൽകി. ഉത്തരേന്ത്യയുടെയും നോർത്ത് ഈസ്റ്റിൻ്റെയും ഒക്കെ ഒരു വലിയ റിവൈവലിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. മണിപ്പൂർ, ആസാം, ഇങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റിൻ്റെ ഓരോ സ്റ്റേറ്റുകൾ കർത്താവിൻ്റെ വലിയ വിടുതലിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ മണിപ്പൂരിലായിരുന്നു. അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ദൈവമക്കൾ അറിയുന്നവരാണ്. പ്രാർത്ഥിക്കുക. പെർസിക്യൂട്ടഡായ ഒത്തിരി ദൈവദാസന്മാരെ, കർത്തൃദാസിമാരെ സന്ധിപ്പാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ നൽകി. ഞാനൊരു വചനം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാൺകയാൽ. അവർ സാധാരണക്കാരാണ്, അവർ പഠിപ്പില്ലാത്തവരാണ്, പക്ഷേ അവർ യേശുവിൻ്റെ കൂടെയുള്ളവരായിരുന്നു. ഞാൻ മണിപ്പൂരിലെ ചിലരോട് ഈ വചനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരു ദൈവദാസൻ, ഒരു മിഷനറി ധൈര്യമുള്ളവനാകണം, ഭയമില്ലാത്തവനാകണം. ആക്ച്വലി മണിപ്പൂരിൽ അങ്ങനെ യാത്ര ചെയ്യുവാനുള്ള സുതാര്യമായ, സുഗമമായ ഒരു സമയമല്ല ഇത്. പക്ഷേ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ നൽകിയ ഭാരം, ഒരു ധൈര്യം കർത്താവ് നമുക്ക് നൽകി. ആ ഭാരമാണ് നമ്മെ ധൈര്യത്തിലേക്ക് നയിച്ചത്. എങ്ങനെ ഒരു മിഷണറി ധൈര്യമുള്ളവനാകും? 1, അവൻ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ. 2, അവൻ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുമ്പോൾ. 3, അവൻ പെർസിക്യൂഷനെ ഫേസ് ചെയ്യുമ്പോൾ അവൻ ധൈര്യമുള്ളവനായി മാറും. ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. 1, അവൻ യേശുവിനോട് കൂടെ നടക്കുമ്പോൾ. 2, അവൻ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുമ്പോൾ. 3, അവൻ പെർസിക്യൂഷൻ ഫേസ് ചെയ്യുമ്പോൾ. ഞാൻ മണിപ്പൂരിൽ വെച്ചൊരു കർത്താവിൻ്റെ ദാസിയോട് ഈ 3 കാര്യങ്ങൾ സംസാരിച്ചു. കാര്യം ഒത്തിരി പെർസിക്യൂട്ടഡായൊരു കുടുംബമാണ്, ഒത്തിരി പെർസിക്യൂട്ടഡായ ഒരു ചർച്ച്. ധൈര്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഇങ്ങനെയുള്ള ചില ഏരിയകളിലാണ്. പെർസിക്യൂഷൻ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരാകും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേലക്കാരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മെൻ്റലി പെർസിക്യൂഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണോ? മണിപ്പൂരിൽ ഫിസിക്കലിയാണ് പെർസിക്യൂഷൻ. ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ ഫിസിക്കലി പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ചില വേലക്കാർ മെൻ്റലി പെർസിക്യൂട്ടഡാണ്. രക്തം പുറത്തൊഴുകുന്നില്ലെന്നേ ഉള്ളൂ, മാനസികമായി അവർ പെർസിക്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയിൽ, ചർച്ചിൻ്റെ അകത്ത്, മിനിസ്ട്രിക്കകത്ത്, ഇൻസൈഡിൽ, ഔട്ട്സൈഡിൽ ഒക്കെ അവർ പെർസിക്യൂട്ടഡാണ് മെൻ്റലി. ഞാൻ സ്പിരിറ്റിൽ നിങ്ങളോട് പറയുന്നു, മാനസികമായുള്ള പെർസിക്യൂഷൻ അനുഭവിക്കുന്ന നിങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുന്നു, മൈറ്റിയായി നിങ്ങളെ ദൈവം യൂസ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ആമേൻ.